നമസ്കാരം. പ്രസ് ക്ലബിൻ്റെ മെമ്പേഴ്സായിട്ടും അല്ലാതെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം ഈ ഒരു പ്രസ് മീറ്റിലേക്ക് സ്വാഗതം പറയുന്നു. ഞാൻ മാർ ബസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലാണ് ഡോക്ടർ വിശ്വനാഥ റാവു. എൻ്റെ കൂടെ ഇരിക്കുന്നത് അവിടുത്തെ ഡയറക്ടർ റെവറൻഡ് ഫാദർ ജോൺ വർഗീസ്, അതുപോലെ തന്നെ അവിടുത്തെ ബർസാർ ഡോക്ടർ റെവറൻഡ് കോശി ഐസക് പുന്നമൂട്ടിൽ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയായിട്ടിരിക്കുന്ന ഡോക്ടർ എലിസബത്ത് വർഗീസ്, അവിടുത്തെ മറ്റ് ഫാക്കൽറ്റിയും പിന്നെ ഇതിൽ പങ്കെടുത്ത സ്റ്റുഡൻസ്, ഇവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകമായ ഒരു ദൗത്യത്തിൻ്റെ വിജയത്തിനെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ പ്രസ് റിലീസ് വിളിച്ചിരിക്കുന്നത്. മാർ ബസേലിയസ് കോളേജ് എന്ന് പറയുന്നത് മലങ്കര കത്തോലിക് സഭയുടെ തിരുവനന്തപുരം മേജർ അധിപദ്രാസനത്തിൻ്റെ കീഴിലുള്ള കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളതുപോലെ തന്നെ ഉള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർ ബസേലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. MBCT ഉള്ളത് മാറിവാനിയസ് വിദ്യാനഗർ, നാലാഞ്ചിറ. അവിടെ 18-ൽ കൂടുതൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഒന്നായിട്ടാണ് മാർ ബസേലിയസ് കോളേജ് ഉള്ളത്. മാർ ബസേലിയസ് കോളേജ് ഈയിടെയായിട്ട് അതിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ്, അതിൻ്റെ കരിക്കുലവും മറ്റു പഠന രീതികളും ഫാക്കൽറ്റിയുടെ സ്ട്രെങ്ത്, ഇൻഫ്രാസ്ട്രക്ചറും ഇതിനെല്ലാം ബേസ് ചെയ്തുള്ള അസസ്മെൻറ്റിൽ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ്റെ പ്രോഗ്രാമുകൾക്ക്, അവിടെ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്ക് Tier 1 അക്രഡിറ്റേഷൻ കിട്ടുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം Tier 1 എന്ന് പറയുന്നത് കോളേജിനെ സംബന്ധിച്ചൊരു വലിയ അഭിമാന നേട്ടമാണ്. Tier 1 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ സാധാരണ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമ്മളിൽ NIT പോലത്തെ സ്ഥാപനങ്ങളെല്ലാം ഓട്ടോണമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനങ്ങൾ പോലെ കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരത്ത് Tier 1 കിട്ടുന്ന ആദ്യത്തെ കോളേജുമാണ് മാർ ബസേലിയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോളേജ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് കുട്ടികൾക്ക് പ്രാക്ടിക്കലായിട്ട് അവർ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടുത്തെ എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച് ഈയിടെ നടന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇൻസ്പേസ് മോഡൽ റോക്കറ്ററി മത്സരം എന്ന് പറഞ്ഞിട്ട് 2024-25 കാലയളവിൽ നമ്മുടെ ഫൈനൽ ഇയർ BTech സ്റ്റുഡൻസ് പങ്കെടുത്ത ഒരു മത്സരമാണ്. കോളേജിൻ്റെ ടീം, വിദ്യുത് എന്ന് പറഞ്ഞിട്ടുള്ള കോളേജിൻ്റെ ടീമാണ് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത്. നമ്മുടെ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓത്തറൈസേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ISRO സ്ഥാപിച്ചൊരു ഓർഗനൈസേഷനാണ്. നമ്മുടെ കുട്ടികൾക്കിടയിൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, നാളെ ഇവരാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ശാസ്ത്രജ്ഞരായിട്ടൊക്കെ വരേണ്ടത്. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളിൽ കൂടുതൽ അറിവുണ്ടാകാനും പ്രവൃത്തി പരിചയം ഉണ്ടാകാനും വേണ്ടിയൊക്കെ ഓർഗനൈസ് ചെയ്തൊരു ഈവൻ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയും ഇതിൻ്റെ കൂടെ ഭാഗമായി. അപ്പോൾ ഈ കോമ്പറ്റീഷനുകളിൽ ഈ കുട്ടികൾ ഒരു 1.5 വർഷമായിട്ട് ഈ പ്രോജക്റ്റിൻ്റെ ട്രെയിനിങ്ങും ബാക്കി കാര്യങ്ങളും അതിൻ്റെ പല സ്റ്റേജുകളിലുള്ള അസസ്മെൻറ്റുകളുമായിട്ട് അവരതിൻ്റേതായ വളരെ മികവുറ്റ രീതിയിൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റേതായ ആ ഒരു ഈവൻ്റ് ഫൈനൽ നടന്നത് 26 മുതൽ 30 വരെ ഉത്തർപ്രദേശിലെ ഖുശിനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇവർ പോയി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഈ റോക്കറ്ററി കോമ്പറ്റീഷനിൽ അവർ മികവുറ്റ രീതിയിൽ ഒരു പ്രകടനം നടത്തുകയും ചെയ്തത്. അപ്പോൾ അവിടെ 67 ടീമുകളാണ് ഈ ഫിനാലയിൽ പങ്കെടുത്തത്. അതിൽ ആക്ച്വലി കേരളത്തിൽ നിന്ന് 3 ടീമുകൾ ഉണ്ടായിരുന്നു. കോളേജിൻ്റെ ഒരു ടീമാണ്. അപ്പോൾ ഈ 67 ടീമിൽ മോഡൽ റോക്കറ്ററി വിഭാഗത്തിൽ 31 ടീമുകളാണ് ക്വാളിഫൈ ചെയ്തത്, അത് റോക്കറ്റ് ലോഞ്ചിന് വേണ്ടി. അതിൽ ഒടുക്കം പല സ്റ്റേജുകളായിട്ട് അവിടെ ചെയ്തിരുന്നത്, അവിടെ ഈ ISROയുടെയും ഇൻസ്പേസിൻ്റെ ഒക്കെ ശാസ്ത്രജ്ഞർ ഈ കുട്ടികളുടെ വർക്കുകൾ ഓരോ സ്റ്റേജുകളായിട്ട്, റോക്കറ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിൻ്റെ പല ഘടകങ്ങൾ അതിനെ ഓരോന്നായിട്ട് അസസ് ചെയ്യുകയും അവിടെയുള്ള അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കറക്റ്റ് ചെയ്യാനും, അങ്ങനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കുട്ടികൾ തിരിച്ചു വന്ന അടുത്ത സ്റ്റേജുകൾ, ആ രീതിയിൽ തന്നെ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇവരെല്ലാ സ്റ്റേജും കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും അവരുടെ ഒരു എവാലുവേഷൻ എല്ലാം അത് ക്ലിയർ ചെയ്ത് ഈ 5 ദിവസം ഈ പറയുന്ന സമയങ്ങളിൽ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് അവരൊടുക്കം റോക്കറ്റ് ലോഞ്ചിന് വേണ്ടിയുള്ള എലിജിബിലിറ്റി കിട്ടിയ
13 ടീമുകളിൽ ഒന്നാണ് മാർ ബസേലിസിലെ ടീം. അപ്പോൾ 31 ടീമുകൾ അവിടെ എത്തി. അതിൽ 13 ടീമുകൾക്ക് മാത്രമാണ് ഒടുക്കം ഈ ലോഞ്ച് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ അവിടെ കിട്ടിയത്. ഈ പല സ്റ്റേജുകളിൽ അവർ ടെസ്റ്റ് ചെയ്തും അപ്രൂവ് ചെയ്തും പോയതിനനുസരിച്ച്. അപ്പം ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ ടേൺ വന്നപ്പോൾ അവർക്ക് ആ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റി. ഈ പറയുന്ന സ്പെസിഫിക്കേഷൻസ് അവർ വളരെ കൃത്യമായിട്ട് ചില സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. 1 കിലോമീറ്ററോളം ഉയരത്തിലേക്ക് ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ട് ആ വിക്ഷേപണം നടത്തി അവർ തിരികെ എത്തി. അതിപ്പം നാഷണൽ ലെവലിൽ വളരെ ശ്രദ്ധ പറ്റിയ ഒരു ഈവൻ്റ് ആയിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ KTU, നമ്മുടെ KTU എന്ന് പറയുമ്പോൾ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. ഇതിൽ 10, 100, 130 കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. മാർ ബസേലിയസ് മാത്രമാണ് ഇവിടെ നിന്നും പോയിട്ടുള്ള ഒരേ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ടീം എന്ന് പറയുന്നത്. അപ്പോൾ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും അഭിമാനകരമായ ഒരു വിജയം തന്നെയാണ്. അപ്പം ഇനിയിപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനവും ഇവർക്ക് ഇങ്ങനത്തതായ കാര്യങ്ങളിൽ കൂടുതൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പ്രോജക്റ്റിൻ്റെ പൂർണ്ണമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടാണ്. അതിൻ്റെ വന്ന ഫൈനാൻഷ്യൽ എക്സ്പെൻസുകളും അതിന് വേണ്ട ചെലവുകളും എല്ലാം മാനേജ്മെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെയാണ് നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് കോർഡിനേറ്റർ ആയിട്ടുള്ളത് HOD എലിസബത്ത് മാഡമാണ്. അപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഫർദർ ഉള്ളത് പറയാനായിട്ട് ഞാൻ HODയോട് റിക്വസ്റ്റ്. ഇൻസ്പേസ് കുട്ടികളിൽ ബഹിരാകാശ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മുൻ വർഷത്തിൽ ക്യാൻസാറ്റ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുകയുണ്ടായി. അത് അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് നടന്നത്. ഈ വർഷം 2024-25 പുതുതായിട്ട് മോഡൽ റോക്കറ്ററി കോമ്പറ്റീഷൻ, ഇത് ആദ്യമായിട്ടാണ് മോഡൽ റോക്കറ്ററി കോമ്പറ്റീഷൻ നടന്നത്. അപ്പം അതിൽ ആദ്യം സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷന് ശേഷം അവരുടെ ഒരു പ്രിലിമിനറി ഡിസൈൻ റിവ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതിൽ 55 ടീമുകൾ ഉണ്ടായിരുന്നു പ്രിലിമിനറി ഡിസൈൻ റൗണ്ടിൽ. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സ്റ്റുഡൻറ്റ് ടീംസ് ഒരു CDR കംപ്ലീറ്റ് ഡിസൈൻ റിവ്യൂ ചെയ്യണമായിരുന്നു. അപ്പം അതിലോട്ട് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് ബാംഗ്ലൂരിൽ വെച്ച് നവംബർ 24 ആദ്യത്തെ ആഴ്ച ഇൻസ്പേസ് ISRO ഒരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ നമ്മുടെ ടീമിലെ 2 കുട്ടികൾ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പം അവിടെയും അവർക്ക് ഉന്നതമായിട്ടുള്ള പെർഫോമൻസ് നടത്താൻ സാധിച്ചു. അതിനുശേഷമാണ് അവർ ഡിസൈൻ സ്റ്റേജിലോട്ട് കയറിയത്. ഡിസൈൻ സ്റ്റേജിൽ അവർ ഡിസൈൻ റിവ്യൂ നടന്നത് 2025 ജൂലൈയിലാണ് ഡിസൈൻ റിവ്യൂ സ്റ്റേജ് നടന്നത്. ഡിസൈൻ റിവ്യൂ സ്റ്റേജിൽ 37 ടീമുകൾ പങ്കെടുത്തിരുന്നു. അതിൽ നിന്ന് ഫൈനലിലോട്ട് ക്വാളിഫൈ ചെയ്ത് വന്നത് 31 ടീംസാണ്. ക്യാൻസാറ്റ് കോമ്പറ്റീഷനും അവിടെ നടന്നിരുന്നു. ക്യാൻസാറ്റ് കോമ്പറ്റീഷനിൽ ബാക്കി 36 ടീമും ഇതിൽ 31 ടീമുമായിട്ട് ടോട്ടൽ 67 ടീമുകളാണ് ഉത്തർപ്രദേശിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. ഈ മത്സരം ആദ്യമായിട്ടാണ് മോഡൽ റോക്കറ്ററി ഇന്ത്യയിൽ നടത്തിയത്. തുടർന്നുള്ള വർഷങ്ങളിൽ അവർ നടത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഈ കോമ്പറ്റീഷനിൽ അവർക്ക് ചെയ്യേണ്ടിയിരുന്നത് 1 കിലോമീറ്റർ ഹൈറ്റിൽ റോക്കറ്റ് ലോഞ്ച് ചെയ്ത് ഓൾട്ടിറ്റ്യൂഡ് റീച്ച് ചെയ്തതിന് ശേഷം അതിലൊരു ഡമ്മി സാറ്റലൈറ്റ് ക്യാൻസാറ്റ് മോഡലുണ്ട് 1 kg ഉള്ള. അതിനെ പാരച്യൂട്ട് വെച്ച് ഡിപ്ലോയ് ചെയ്ത് ആ റോക്കറ്റ് റിക്കവർ ചെയ്യണമായിരുന്നു, സാറ്റലൈറ്റും റിക്കവർ ചെയ്യണമായിരുന്നു. ഇതായിരുന്നു മത്സരത്തിൻ്റെ പ്രൊസീജിയർ. ഇവരുടെ കോമ്പറ്റീഷന് അവർ ഒരു ഫാക്കൽറ്റി അഡ്വൈസർ എന്നുള്ള ഒരു പൊസിഷനും ഫാക്കൽറ്റി മെൻറ്റേഴ്സ് എന്നുള്ള പൊസിഷനും പിന്നെ അലുമിനി മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളുടെ കോളേജിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു കോമ്പറ്റീഷന് പോയിരുന്നതുകൊണ്ട് അലുമിനി മെൻറ്റേഴ്സ് ഇല്ലായിരുന്നു. ഫാക്കൽറ്റി കോർഡിനേറ്ററായിട്ട് ഞാനും ഫാക്കൽറ്റി മെൻറ്റേഴ്സായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ അശ്വിൻ സർ, ഷൈജു മിസ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. 8 പേരുടെ ടീമായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തത്. ടീമിൻ്റെ ലീഡായിരുന്നത് അരുണേഷും. ബാക്കി മെമ്പേഴ്സ് ഭരത്, അലൻ, നെവിൻ, ആദർശ്, ജെഫ്രി, ദേവ് സിദ്ധാർത്ഥ്. ഇതിൽ 6 പേര് കോമ്പറ്റീഷൻ വെന്യൂവിൽ പോയിരുന്നു. അശ്വിൻ സാറും കോമ്പറ്റീഷൻ വെന്യൂവിൽ പോയിരുന്നു.
ഇതിൽ പറയാനുള്ളത് ഈ കോമ്പറ്റീഷൻ ഒരു ഗ്രേഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രേഡിങ്ങിൻ്റെ അനുസരിച്ച് പാർട്ടിസിപ്പേറ്റഡ്, ബിലോ ആവറേജ്, ആവറേജ്, ഗുഡ്, എക്സലൻറ്റ്, ഇത്രയും ഗ്രേഡുകളാണ്. അപ്പം മാർ ബസേലിയസ് കോളേജിൻ്റെ ടീമിന് എക്സലൻ്റ് എന്നുള്ള ഗ്രേഡ് തന്നെയാണ് കിട്ടിയത്. ആ ഗ്രേഡിങ്ങിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗ്രേഡിംഗ് തന്നെയാണ് കോളേജിൻ്റെ ടീമിന് കിട്ടിയത്. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അത് വിൽ ബി ഹാപ്പി ടു ഷെയർ ദാറ്റ്. VSSC, ഇസ്രോ പോലുള്ള എന്തെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ ഈ പ്രോജക്റ്റ് കുട്ടികൾക്ക്? VSSCയുടെ അവരുടെ ഒരു സഹായമില്ല. കാരണം അവരുടെ പല ഇതിലും VSSCയുടെ ഇൻസ്പേസിൽ നിന്നും അതിൻ്റെ ഡിസിഷൻ മേക്കേഴ്സ് അല്ലെ ജൂറി മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് അവരുമായിട്ട് അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ സാധിക്കത്തില്ലായിരുന്നു. അവർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട്. പക്ഷേ ഒരു തുടക്കത്തിലൊരു ട്രെയിനിങ്, അതൊരു പ്രൈവറ്റ് ഇതിൻ്റെ കീഴിൽ വരുന്ന, ഡയറക്റ്റ്ലി ലിങ്ക്ഡ് അല്ല, പക്ഷേ ഇതുമായിട്ട് ഇപ്പോഴും ഒരുപാട് പ്രൈവറ്റ് ഏജൻസികൾ സ്പേസുമായിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടീം ഇവർക്കൊരു വർക്ക്ഷോപ്പ് മാത്രം നടത്തിയിരുന്നു, വളരെ ഒരു 1.5 വർഷം മുൻപ്. അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട അത് ഒത്തിരി പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ഉണ്ട്. ഈ 67 ടീമല്ല, ലാർജർ നമ്പർ. അത് മാത്രമാണ് തുടക്കം. പിന്നുള്ളതെല്ലാം ഇവർ ഇങ്ങനെ ഉള്ള വർക്കുകളും സ്റ്റഡി ചെയ്തും ഉള്ള രീതിയിലാണ്. അപ്പോൾ ഇസ്രോയിൽ നിന്നും ഒരു രീതിയിലും നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവരെല്ലാം ഈ ടൂറിസം റിലേറ്റഡും വരുന്നത് കൊണ്ട്. കേരളത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആകെ 3 ടീമുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ IIST, പിന്നൊന്ന് IIT പാലക്കാട്, അതല്ലാണ്ട് മാർ ബസേലിയസ്. CDR സബ്മിറ്റ് ചെയ്ത സമയത്ത് 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് NIT കാലിക്കറ്റും ഉണ്ടായിരുന്നു. പക്ഷെ മത്സരത്തിന് ഉള്ള ഫൈനൽ കിട്ടിയതിൽ IIT പാലക്കാട്, IIST വലിയമല, മാർ ബസേലിയസ്, ഈ 3 കോളേജാണ്. ഈ റോക്കറ്റ് ലോഞ്ചിങ് പ്രൊസീജിയറിന്റെ പ്രൊസീജിയറല്ലേ ഇവിടെ നടന്നാലേ അവിടെയായിരുന്നു ഈ ഇതിന്റെ മാനുഫാക്ചറിംഗ് ഒക്കെ ഇവിടെയാണ് നടത്തിയത്. അവര് കുറച്ച് പാർട്ടികൾ IIT-ൽ ഇത് ചെയ്തിരുന്നു, 3D പ്രിന്റിങ് എടുക്കാൻ, അങ്ങനെയൊക്കെ ഉള്ളത്. ബാക്കിയുള്ള ഫെസിലിറ്റികളും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അവിടെയായിട്ടാണ് ചെയ്തത്. ഇത് ഇനിയും ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടൊരു മത്സരമാണ്. അപ്പോൾ അതിൽ നിന്നൊരു ഡ്രോബാക്സും മോഡിഫിക്കേഷൻസും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഇത് റെക്കർ ചെയ്ത് വരുന്ന കോമ്പറ്റീഷനാണ്. അപ്പം അടുത്ത ഒരെണ്ണത്തിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടീമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ടീം ഫുള്ളായിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ കീഴിൽ വരുന്ന സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പം അവിടെ കോമ്പീറ്റ് ചെയ്ത ടീമുകൾ മിക്കവാറും എയറോസ്പേസ് ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള കോളേജുകളിൽ നിന്നുള്ള ടീമുകളാണ്. അപ്പം അവരുമായിട്ട് ഉള്ള ഇൻട്രാക്ഷനിൽ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ മോഡിഫൈ ചെയ്യാനും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലോഞ്ചും റിക്കവറിയും നടത്താനും പറ്റും.